ini നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്കുള്ള പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള അവസരമാണ്. ബെഞ്ചിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ബെഞ്ചിൽ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് അടുത്ത ബെഞ്ചിൽ എഴുന്നേൽക്കുക. അല്ലെങ്കിൽ തിരിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. രണ്ട് സിസ്റ്റേഴ്സ് ബാക്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന തരപ്പെടും. ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ഇടവകയുടെ 11 BCCകൾ. ഈ BCCകളുടെ സംയുക്ത വാർഷികമാണ് നടക്കുന്നത്. നമ്മുടെ BCCകൾ എത്ര ശക്തമാകുന്നുവോ നമ്മുടെ ഇടവക അത്രയും ശക്തമാകും. നമ്മുടെ BCC പ്രവർത്തനങ്ങൾ എത്ര ശുഷ്കമാകുന്നുവോ നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശുഷ്കമാകും. അതുകൊണ്ട് നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കുടുംബ യൂണിറ്റുകൾ ശക്തിപ്പെടുത്താം. അതിലൂടെ നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ശക്തിപ്പെടുത്താം. നമ്മുടെ ഈ വാർഷികം വളരെ ലളിതമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ട് വായനയും അതുപോലെ തന്നെ ഉദ്ഘാടനവും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറന്റ് ഫാദർ ക്രിസ്ത്യൻ CT ആണ്. നമുക്കറിയാം, അച്ഛൻ വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ സജീവമായ സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ട്. അടുത്ത നമ്മുടെ 2024 അച്ഛൻ നമ്മുടെ കുടുംബ യൂണിറ്റുകളെയൊക്കെ ശക്തിപ്പെടുത്തുന്ന ഒരു വർഷമായിരിക്കും എന്നതിൽ സംശയമില്ല. നമുക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളുടെയും എല്ലാ കുടുംബങ്ങളുടെയും പേരിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവക സമിതി അംഗങ്ങൾ, ഇടവക തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2023 BCC സംയുക്ത റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് ക്രിസ്തുരാജ BCC ലീഡർ ശ്രീമതി ഗിരിജയെ ക്ഷണിക്കുന്നു. 2023 മേഖലാടിസ്ഥാനത്തിൽ 11 കുടുംബ യൂണിറ്റുകളായി തിരിച്ച് ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അടുത്തതായി നമ്മുടെ BCC വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
സ്നേഹം നിറഞ്ഞ മദർ, BCC കോർഡിനേറ്റർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതേ ദിവസം BCC വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവ പ്രവർത്തനങ്ങളുടെ ശക്തിയാണ് ഓരോ BCC. ഒരു ഇടവകയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ BCCയുടെ വളർച്ചയാണ്. ഇടവകയുടെ പ്രവർത്തനങ്ങൾ തളരുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ BCCകൾ ധാരാളം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓരോ BCCയും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് വിശ്വാസം പകർന്നു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം BCCകൾക്കുണ്ട്. നമ്മുടെ ഓരോ BCCയിലും ഓരോ കുഞ്ഞുമക്കളെയും വിശ്വാസത്തിൽ പഠിപ്പിക്കുവാനും വിശ്വാസം വളർത്തുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ വിശ്വാസം പകർന്നു നൽകുക, അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഇടവകയും സമൂഹത്തിനും മുതൽക്കൂട്ടുള്ള വിശ്വാസത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിദ്യാഭ്യാസത്തിലുമുള്ള നല്ല മക്കളാക്കി വളർത്തുക എന്നതാണ് ഓരോ BCCയുടെയും ദൗത്യം. അതുകൊണ്ടാണ് രൂപത ഓരോ വർഷങ്ങളിലും ഓരോ വർഷമായിട്ട് ആഘോഷിക്കുന്നത്. വിദ്യാഭ്യാസ വർഷത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, നൈപുണ്യ വർഷം, അതോടൊപ്പം തന്നെ വിശ്വാസ വർഷം, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും തരുന്നത് BCCകൾ എല്ലാ മക്കളെയും ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ BCCകൾ ശക്തമായി പ്രവർത്തിക്കില്ല. BCC ലീഡേഴ്സ്, ഭാരവാഹികൾക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. BCC ശക്തമായി ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ നമ്മൾ മുന്നോട്ട് പോകുക, നന്നായിട്ട് പ്രവർത്തിക്കുക. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈ ഒരു BCC വാർഷികം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി രേഖപ്പെടുത്തുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക സെക്രട്ടറിയും വേളാങ്കണ്ണി മാതാ BCC ലീഡർ ശ്രീമതി മഞ്ജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. നമ്മുടെ BCCയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്ത സ്നേഹ ബഹുമാനമുള്ള അച്ഛന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ BCCയുടെ നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്നും എല്ലാ BCC ലീഡർമാരെ തിരക്കുകയും നല്ല രീതിയിൽ നടത്തുവാനുമുള്ള എല്ലാ സ്നേഹ ബഹുമാനമുള്ള ഇടവക വികാരിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയുന്നത് അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ BCC കോർഡിനേറ്ററാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാത്തിനും നേതൃത്വം നൽകുകയും എല്ലാ BCCകളും കൃത്യമായി നടക്കുന്നുണ്ടോ, അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും തിരക്കുകയും അതാതുള്ള മെസ്സേജുകളെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടുതരികയും ചെയ്യുന്ന സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ BCC കോർഡിനേറ്ററിന് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പറയേണ്ടത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരെയും എല്ലാ പരിപാടികളും കൃത്യമായി ചെയ്യാൻ വേണ്ടി അവർ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊയിനോണിയ 2023 ആരംഭിക്കാൻ പോവുകയാണ്. കൊയിനോണിയ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം. കൊയിനോണിയ 2023 ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇടവക കുടുംബത്തിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു, സ്വാഗതമേകുന്നു. പ്രോഗ്രാം കൺവീനേഴ്സ് അത് കൃത്യമായിട്ട് ക്രമീകരിച്ച് പ്രോഗ്രാം ഉടനെ ആരംഭിക്കുന്നതാണ്. 1-2 പ്രോഗ്രാം തുടങ്ങിയ ശേഷമായിരിക്കും നമ്മൾ സ്നേഹവിരുന്ന് പുറത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പോയി മേടിച്ചുകൊള്ളുവന്ന് അത് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവിധ ആശംസകൾ നേരുന്നു. ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവിക അനുഭവവും ദൈവിക സാന്നിധ്യവും നിനക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. സാമുവേലിനെ ദൈവം വിളിക്കുന്നത് സാമുവേൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദേവാലയ കാര്യങ്ങളില് ദൈവിക കാര്യങ്ങളില് വ്യാപൃതനായിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പോഴും
സാമുവേലിന് മനസ്സിലാകുന്നില്ല ദൈവമാണ് എന്നെ വിളിക്കുന്നതെന്ന്. സാമുവേൽ ഓടിപ്പോകുക ഏലിയുടെ അടുക്കൽ. അങ്ങനെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഏലി പറയുക പ്രകാരം ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല എന്ന്. വീണ്ടും സാമുവേൽ വന്നിട്ട് ചോദിക്കുന്നു, ദൈവം വിളിക്കുന്ന സമയത്ത് സാമുവേൽ വന്ന് ചോദിക്കുന്നു, അങ്ങനെ വിളിച്ചോ എന്ന്. മൂന്നാം തവണ കഴിയുമ്പോൾ ഏലിയ പറയുക ഇപ്രകാരം, അരുൾ ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് മറുപടി പറയുവാനായിട്ട് സാമുവേൽ ചെയ്യുന്നത് മാത്രം ശരി, തങ്ങൾ മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന് അവകാശപ്പെട്ടുകൊണ്ട്